ഹായ് ഹലോ നമസ്കാരം. ഇന്ന് പെസഹ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ വ്ളോഗായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. രാവിലെ ഒരു 5:30 ആയപ്പോൾ ഞാൻ എണീറ്റു. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, നല്ല പ്രകാശം വന്നിട്ടുണ്ട് കേട്ടോ. 5:30 ആയതേ ഉള്ളൂ. ഞാൻ എണീറ്റ് ചെടിക്കെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഒന്ന് പെട്ടെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ബാക്കി കാര്യങ്ങൾ തുടങ്ങാമെന്ന് കരുതിയ കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്പം പാലും പുഴുങ്ങാൻ പോകുന്നത്. ഞാൻ എല്ലാ വർഷവും അപ്പനും അമ്മയൊക്കെ ഉള്ളപ്പോൾ തറവാട്ടിലും അമ്മയുടെ അപ്പനും അമ്മയും എൻ്റെ അമ്മയും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉഴുന്ന് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ എൻ്റെ ചുക്കില്ലായിരുന്നു, അപ്പം ഞാൻ ചുക്ക് നാടൻ ഇഞ്ചി ചിരണ്ടി ഫ്രൈയറിൽ വെച്ച് ചുക്കാക്കി. അപ്പോൾ അതവിടെ റെഡിയാക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിയ. അപ്പോൾ പരിപ്പും വെള്ളത്തിലിട്ടു. അതിനുശേഷം പിള്ളേർ എണീറ്റിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പെട്ടെന്ന് നല്ല നാടൻ ഏത്തക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് പുഴുങ്ങാമെന്ന് കരുതി. അപ്പം ചെമ്പി വെച്ച് 2 മുട്ടയുണ്ടായിരുന്നു, അതും കൂടെ പുഴുങ്ങി പിള്ളേർക്ക് ഏത്തപ്പഴവും മുട്ട പുഴുങ്ങിയതും ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും ചീസും ഒക്കെ കൊടുത്തു. അപ്പോൾ അവരതൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടി വന്നേ. മുരിങ്ങക്കോല് മാത്രം കിട്ടിയില്ല, ബാക്കി എല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ ഒരുവിധം. അപ്പോൾ എല്ലാം ചിരണ്ടി കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. സാമ്പാറിൽ മുരിങ്ങക്കോലില്ലാത്തതിൻ്റെ സങ്കടം എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങക്കോല്. അതിനുശേഷം പിന്നെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൗഡറായിട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. സാമ്പാർ പൗഡറും ഉപ്പും എല്ലാം നന്നായിട്ട് മൂപ്പിച്ച് അത് കുക്കറിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പിന്നെ നമ്മുടെ വാളംപുളിയും പിഴിഞ്ഞ് ഒഴിച്ച് ഞാൻ കുക്കർ അടച്ച് വെച്ചു വിസിലടിക്കാൻ വേണ്ടി. ഈ സാമ്പാർ പൊടിയാണ് ഉപയോഗിച്ചത്. ഈസ്റ്റേണിൻ്റെ അസൽ കായം സാമ്പാർ പൗഡറാണ്, നല്ല സാമ്പാർ പൗഡറായിരുന്നു കേട്ടോ. ഞാൻ പച്ചത്തേങ്ങ അരച്ച് സാമ്പാർ കഷ്ണം എല്ലാം വെന്ത് കഴിയുമ്പോൾ ചേർക്കുന്നുണ്ട്. വറുത്തരച്ചും ചേർക്കാം, തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പച്ചത്തേങ്ങ അരച്ചാണ് സാമ്പാർ ഉണ്ടാക്കിയത്. അതിനുശേഷം ഇതെല്ലാം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞപ്പം വറവും ഇട്ട് സാമ്പാർ റെഡിയാക്കി. അപ്പോഴേക്കും രഞ്ജിത്ത് ഡ്യൂട്ടിയും കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് ഗോതമ്പ് പൊടി ഇട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇളക്കി മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അപ്പവും പാലും കാച്ചാനുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ ലുലുവിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ജൂലിയും ജസ്ലിൻ ടാറ്റയൊക്കെ തരുന്നുണ്ട്, ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്ലിൻ പറയുന്നുണ്ട് ഞങ്ങൾ ലുലു പോവാന്നൊക്കെ. ജൂവൽ ഉമ്മയൊക്കെ തരുന്നുണ്ടേ. അപ്പോൾ സാധനങ്ങൾ ഒന്നുമില്ലായിരുന്നു. രഞ്ജിത്ത് വന്നു കഴിഞ്ഞ് പോയി മേടിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അങ്ങനെ ലുലു പോയിട്ട് എല്ലാ സാധനങ്ങളും ദൈവകൃപ കൊണ്ട് കിട്ടി കേട്ടോ. വാഴയിലയും തേങ്ങായും അപ്പം ഉണ്ടാക്കാനുള്ള പൊടിയും പാത്രം ലുലു പോയിട്ട് മേടിച്ചതാണ്. ഇതേ പുതിയ പാത്രത്തിൽ അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കണമെന്നാണല്ലോ പഴമക്കാർ പറഞ്ഞ് നമ്മൾ അറിയാവുന്നത്. അപ്പോൾ പാത്രവും തവിയും എല്ലാം കിട്ടി. പാല് കാച്ചാനുള്ള പാത്രം ഇതേ, തവിയും ഒക്കെ. നമ്മൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ പാത്രത്തിൻ്റെ. പക്ഷെ നമുക്ക് അനുയോജ്യമായ ഒരെണ്ണം നമ്മളിങ്ങനെ എടുത്തു. പിന്നെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കേക്ക് ട്രേ ആണ്, പക്ഷേ എനിക്കിത് നല്ല അനുയോജ്യമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇതും എടുത്തു. പിന്നെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ വാഴയില പ്ലേറ്റ്. എനിക്കില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വാഴയില പ്ലേറ്റ്. അപ്പം ഞാൻ ഈ ഒരു വാഴയില പ്ലേറ്റും കൂടി എടുത്തു കേട്ടോ. നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പല റൗണ്ടിലുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ, പല ഷേപ്പിലുള്ളതുണ്ട്. പക്ഷെ ഞാനിതെടുത്തു. പിന്നെ ഡബിൾ ഹോഴ്സിൻ്റെ അപ്പം ഇടിയപ്പം എന്നുള്ള വറുത്ത നൈസ് പൊടി അപ്പം ഉണ്ടാക്കാൻ ഞാൻ എടുത്ത് തേങ്ങായും മേടിച്ചു. പിന്നെ എവിടെ പോയാലും ഹോം ഡെക്കർ ഐറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അട്രാക്ഷൻ കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ ഇതും എടുത്തു കേട്ടോ. ഇതേലെ സ്വീറ്റ് ഹോം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഞാൻ മുന്നേത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇതിന് മുന്നേ ഞാൻ ഈ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇട്ട് വെക്കാൻ എനിക്കൊരു ബോട്ടിൽ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് അതുകൂടെ കളക്ട് ചെയ്യാൻ പറ്റി, നല്ലതൊരെണ്ണം കിട്ടി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ ഇന്ന് നടന്നത് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം, ചാനൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.